മൊഡ്യൂൾ 3 ആദ്യം പറയുന്നത് കൺസെൻസസ് അൽഗോരിതത്തിനെ പറ്റിയാണ്. അപ്പം ഇവിടെ എന്താണ് കൺസെൻസസ് അൽഗോരിതം, കൺസെൻസസ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കാണ്. അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. സോ ഇവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ആ ബ്ലോക്ക് ചെയിനിൽ ഇൻവോൾവ് ആയ എല്ലാ നോട്ട്സിൻ്റെയും കൺസെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ എല്ലാ നോട്ട്സിൻ്റെയും കൺസെൻറ്റ് എടുത്ത ശേഷം മാത്രമേ നമുക്കൊരു ഡിസിഷനിലോട്ട് എടുക്കാൻ പറ്റൂ. അതായത് എല്ലാവരും തമ്മിലൊരു കോമൺ എഗ്രിമെൻറ്റിൽ എത്തിച്ചേരണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അതിന് വേരിയസ് അൽഗോരിതംസ് ഉണ്ട്. സോ അതിനകത്ത് ആദ്യം പറയുന്നതാണ് ഫോൾട്ട് ടോളറൻസ്. ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെൻസസ് അൽഗോരിതത്തിന് ആദ്യം വേണ്ട ഒന്നാണ്, ഒരു ഫണ്ടമെൻ്റൽ റിക്വയർമെൻ്റാണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഫോൾട്ട് ഒരു നോഡിലുണ്ടായാലും അത് മുന്നോട്ടും വർക്ക് ചെയ്യണം. ആ ഫോൾട്ടിനെ അതിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ടു വർക്ക് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഫോൾട്ട്സ്. സോ അതാണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫോൾട്ട് ടോളറൻസ്. 2 ടൈപ്പ് ഓഫ് ഫോൾട്ട് ടോളറൻറ്റ് അൽഗോരിതംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്രാഷ് ഫോൾട്ട് ടോളറൻസും മറ്റൊന്ന് ബൈസാൻറ്റൈൻ ഫോൾട്ട് ടോളറൻസും. 2 ടൈപ്സ് ആണുള്ളത്. അപ്പം ഈ ക്രാഷ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞാൽ CFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രാഷ് കാരണം ഒരു ഫോൾട്ട് ഉണ്ടായോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം നോക്കുന്നതാണ്. അതായത് ഇപ്പം ഒരു നോഡങ്ങ് ക്രാഷ് ചെയ്തു പോയി. സോ അങ്ങനെയുള്ള അങ്ങനെ വന്നാൽ എന്ത് ഡിസിഷൻ എടുക്കണം, എന്താണ് മുന്നോട്ട് പോകേണ്ടത്, അതാണ് ക്രാഷ് ഫോൾട്ട് ടോളറൻസ്. പക്ഷേ ബൈസാൻറ്റൈൻ ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്രാഷ് കാരണം ഉണ്ടാകുന്ന ഫോൾട്ടുകൾ മാത്രമല്ല, മലീഷ്യസ് ആയിട്ടുള്ള അതായത് മറ്റ് മലീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ആ ഒരു നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നതാണ് ബൈസാൻറ്റൈൻ ഫോൾട്ട് ടോളറൻസ്. ക്രാഷിൻ്റെ കൂടെ അതുകൂടെ നോക്കും. ഓക്കെ, നൗ നമ്മൾ ക്രാഷ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 എണ്ണമാണുള്ളത്. പാക്സോസും റാഫ്റ്റും 2 എണ്ണം ഉള്ളത്. ഫസ്റ്റ് പാക്സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ലി ലാംപോർട്ട് ഡെവലപ്ഡ് പാക്സോസ്. ഈ പറഞ്ഞ വ്യക്തിയാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കൺസിസ്റ്റ് മെക്കാനിസമാണ് എന്ന് പറയുന്നത് പാക്സോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പാക്സോസ് യൂസ് ചെയ്യുന്ന പാക്സോസിന് ഇതൊക്കെ എന്താണെന്ന് പിന്നെ പറയാം. പാക്സോസിൻ്റെ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത് 2f+1 ആണ്. വേറെ F ഈസ് ദ നമ്പർ ഓഫ് ഫോൾട്ടി നോട്ട്സ്. അതായത് ഇപ്പം 2 ഫോൾട്ടി നോട്ട്സ് ഉണ്ടെങ്കിൽ 2 × 2 4 + 1 5. അതായത് 5 എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത്രയും വരെ 5 എണ്ണം, ആ ഒരു 5 അത്രയും വരെ ഈ ഒരു പാക്സോസിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്താണ് പാക്സോസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവറോൾ പറയുകയാണെങ്കിൽ പാക്സോസിനകത്ത് മെയിനായിട്ട് ഇൻവോൾവ് ആകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസറുണ്ട്, അക്സെപ്റ്ററുണ്ട്, ലേണറുണ്ട്. സോ ഇത്രയും പേരാണ് പാക്സോസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഈ നമ്മളുടെ ഒരു ബ്ലോക്ക് ചെയിനിൽ ഇൻവോൾവ് ചെയ്യുന്ന നോട്ട്സ് തന്നെയാണ് പ്രപ്പോസറും അക്സെപ്റ്ററും ലേണറെന്നും പറയുന്നത്. അപ്പം ഈ പാക്സോസ് എന്നൊരു കൺസെൻസസ് മെക്കാനിസമാണ്. അപ്പോൾ അതിൻ്റെ അതൊരു ഓവറോൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ പല നോട്ട്സുകളും ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയും. 5 പേരുണ്ട്. അനു, മനു, ഇപ്പം ബെൻ, ഡേവിഡ്, ലിയ എന്ന് 5 പേരുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ അനുവും മനുവും പ്രപ്പോസേഴ്സായിട്ട് അവർ സ്വയമായിട്ട് ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. ഓക്കെ, ഈ ഒരു വാല്യൂവിൽ നമുക്ക് എഗ്രി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവർക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് വിചാരിക്കുക. അനു പറയാണ് നമുക്ക് ഇപ്പം ആപ്പി മോളിൽ പോവാം. മീൻസ് സിംപ്ലി പറയാണ്. മനു പറയാണ് KFC പോവാം. ഓക്കെ, സോ KFCയിൽ പോകാം. ഒരാൾ പറയുന്നു RP മോളിൽ പോകാം. സോ ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് മനുവാണ് പ്രപ്പോസൽ മുൻവെച്ചത്. എന്നിട്ട് ബാക്കിയുള്ള 3 പേരോടും ഇവരെന്ത് ചെയ്യും, ഈ 3 പേരും അക്സെപ്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യും. ഇവരെയാണ് അക്സെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ അനു ബെന്നിനോട് ചോദിക്കുന്നു, ഡേവിഡിനോട് ചോദിക്കുന്നു, ലിയോട് ചോദിക്കുന്നു. എന്നിട്ട് ഇവർ 3 പേരോട് ചോദിക്കുമ്പം 2 പേര് അനുവിനോട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി മനു 3 പേരോടും ചോദിക്കുന്നു, പക്ഷേ ഒരാൾ മാത്രമാണ് മനുവിനോട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അനുവിൻ്റെ പ്രപ്പോസലാണ് അവിടെ ഓക്കെ ആയത്. അപ്പോൾ മനുവിൻ്റെയും പ്രപ്പോസൽ എന്ത് ചെയ്യും, ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലോട്ട് മനുവിൻ്റെയും പ്രപ്പോസൽ വിത്ത് അവരുടെ അവർക്ക് കിട്ടിയ വോട്ട് വെച്ചിട്ട് ആ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലോട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അവിടെയാണ് ലേണറിൻ്റെ കാര്യം വരുന്നത്. ഇനിയുള്ള ബാക്കി എല്ലാവരും ലേണറായിട്ട് മാറും. ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് മനസ്സിലാക്കും, ഓക്കെ അനുവിൻ്റെ പ്രപ്പോസലിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത്, സോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. സോ ഇതാണ് പാക്സോസിൽ നടക്കുന്നത്. അപ്പം ഈ പാക്സോസിൽ ഇപ്പോൾ ഇതൊരു ഓവറോൾ ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പാക്സോസ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് പ്രോട്ടോക്കോളാണ്. ഒരു പ്രിപ്പയർ ഫേസും ഉണ്ട്, അക്സെപ്റ്റ് ഫേസും ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഞാൻ ഓൾറെഡി പ്രപ്പോസർ, അക്സെപ്റ്റ്, ലേണർ ഇതെല്ലാം പറഞ്ഞായിരുന്നു. ഇനിയിപ്പം ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് വേറെ രീതിയിൽ നോക്കാം. ഇതാണ് പ്രപ്പോസർ, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നുള്ള അക്സെപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ദ പ്രപ്പോസസ് എ വാല്യൂ ബൈ ബ്രോഡ്കാസ്റ്റിംഗ് എ മെസ്സേജ് പ്രിപ്പയർ ഓഫ് എൻ ടു ഓൾ അക്സെപ്റ്റേഴ്സ്. അതായത് പ്രപ്പോസർ ഒരു വാല്യൂവിനെ പ്രപ്പോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ RP മോൾ പ്രപ്പോസ് ചെയ്യുന്നു, ആ ഒരു പ്രിപ്പയർ ഓഫ് എൻ എന്ന് പറയാം, എന്നായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്, അത് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം, പ്രപ്പോസർ എല്ലാവരോടും 3 അക്സെപ്റ്റേഴ്സിനോടും പ്രപ്പോസ് ചെയ്യുന്നു. ഈ അക്സെപ്റ്റേഴ്സ് റെസ്പോൺസ് വിത്ത് ആൻ അക്നോളജ് മെസ്സേജ് ഇഫ് പ്രപ്പോസൽ എൻ ഈസ് ദ ഹയസ്റ്റ് ദാറ്റ് ദ അക്സെപ്റ്റർ ഹാസ് റെസ്പോണ്ടഡ് ടു സോഫ. എന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റർ എന്ത് ചെയ്യുന്നു, ഈ ഒരു അക്നോളജ് മെസ്സേജ് ഇവിടെ തിരികെ എടുത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ അക്സെപ്റ്റർ ഓരോരുത്തരും ഒരു അക്നോളജ് മെസ്സേജ് കൊടുക്കുന്നു. ഈ അക്നോളജ് മെസ്സേജിൽ എന്താണുള്ളത്, ഈ വന്ന പ്രപ്പോസലാണോ, ഈ പ്രപ്പോസൽ എൻ ഈസ് ദ ഹയസ്റ്റ് that the acceptor has responded to so far. ഇതെന്താന്ന് നോക്കാം. അതിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ACK ബ്രാക്കറ്റിൽ N, V, S കൺസിസ്റ്റ് ഓഫ് 3 വേരിയബിൾസ് where N is a proposal number. ആ പ്രപ്പോസൽ വന്ന നമ്പർ. ഇനി V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം വരെയും ആ അക്സെപ്റ്റർ റെസ്പോണ്ട് ചെയ്ത ഹയസ്റ്റ് നമ്പർഡ് പ്രപ്പോസൽ ഏതാണ്, ഇപ്പം ഏതാണ് ഹയസ്റ്റ് നമ്പർഡ് ആയിട്ടുള്ള പ്രപ്പോസൽ. പിന്നെ ഇനി S ഈസ് എ സീക്വൻസ് നമ്പർ ഓഫ് അതിൻ്റെ ആ ഒരു ഹയസ്റ്റ് പ്രപ്പോസലിൻ്റെ സീക്വൻസ് നമ്പർ S എന്ന് പറയുന്നത്. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാകും, ഓക്കെ ഇതെൻ്റെ ഓക്കെ ആണോ അല്ലയോ എന്ന് മനസ്സിലാവും, പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഇനി മജോറിറ്റി കയ്യിൽ നിന്നും ഇങ്ങനൊരു മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇയാളുടെയാണ് ഹയസ്റ്റ് എന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്സെപ്റ്റ് മെസ്സേജ് അയക്കും അക്സെപ്റ്റേഴ്സിന്. ആർക്കും മജോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവർ തിരിച്ച് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ആദ്യം അക്നോളജ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ഇതാണ്, ചില കേസിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇവിടെ പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് മെസ്സേജ് അയക്കുന്നു, അക്സെപ്റ്റ് ചെയ്ത് ഇവർ തിരിച്ചയക്കുന്നു. സോ ഇതാണ് ഒരു പാക്സോസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പാക്സോസിന് പറയുമ്പം അതിന് എഗ്രിമെൻറ്റ്, വാലിഡിറ്റി, ലൈവ്നെസ് 3 പ്രോപ്പർട്ടി പറയുന്നുണ്ട്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻഷ്യൂർഡ് ബൈ എൻഫോഴ്സിംഗ് ദാറ്റ് ഓൺലി വൺ പ്രപ്പോസൽ ക്യാൻ വിൻ വോട്ട്സ് ഫ്രം മജോറിറ്റി. അതായത് ഒരാളുടെ പ്രപ്പോസൽ മാത്രമേ വിജയിക്കത്തുള്ളൂ, അതാണ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ. വാലിഡിറ്റി ഈസ് എൻഷ്യൂർഡ് ബൈ എൻഫോഴ്സിംഗ് ദാറ്റ് ഓൺലി ദ ജെനുവിൻ പ്രപ്പോസൽസ് ആർ ഡിസൈഡഡ്. ഇൻ അതർ വേർഡ്സ് നോ വാല്യൂ ഈസ് കമ്മിറ്റഡ് അൺലെസ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ഇൻ ദ പ്രപ്പോസൽ മെസ്സേജ് ഫസ്റ്റ്. ജെന്യുവിൻ ആയിട്ടുള്ള പ്രപ്പോസൽസ് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ, കൃത്യമായിട്ടും പ്രപ്പോസൽ മെസ്സേജ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ലൈവ്നെസ് ഓഫ് ടെർമിനേഷൻ ഈസ് ഗ്യാരണ്ടഡ് ബൈ എൻഷുറിംഗ് ദാറ്റ് അറ്റ് സം പോയിന്റ് ഡ്യൂറിംഗ് ദ പ്രോട്ടോകോൾ എക്സിക്യൂഷൻ ഇവൻച്വലി ദർ ഇസ് എ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദർ ഇസ് ഓൺലി വൺ ഫോൾട്ട് ഫ്രീ പ്രപ്പോസൽ. അതായത് അതായത് മാക്സിമം ഫോൾട്ട് ഫ്രീ ആയിരിക്കണം ഈ ഒരു പ്രപ്പോസലിൻ്റെ പ്രപ്പോസ് ചെയ്യുന്ന ആൾ ഒരു പീരീഡ് ഓഫ് ടൈമിലെങ്കിലും ഫോൾട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആളായിരിക്കണം. സോ അതൊക്കെയാണ് പാക്സോസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, പിന്നെ 1-2 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 2 ഫേസ് കമ്മിറ്റ്, 2 ഫേസ് പ്രോട്ടോക്കോളാണ്, 2 ഫേസ് കമ്മിറ്റ് പ്രോട്ടോക്കോളാണ്, സിമിലർ ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ പാക്സോസ് എന്ന് പറയുന്നത്. പാക്സോസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ പാക്സോസിനെ നമ്മൾ ക്രാഷ് ഫോൾട്ട് ടോളറൻസ് അൽഗോരിതം എന്നാണ് പറയുന്നത്. സോ അതെന്തുകൊണ്ടാണെന്ന് പറയാം. അതായത് ക്രാഷ് ഫോൾട്ട് എന്നൊരു ക്രാഷ് വരുമ്പോൾ എങ്ങനെയാണ് പാക്സോസ് ട്രീറ്റ് ചെയ്യുന്നത്. പാക്സോസിനകത്ത് മെയിനായിട്ട് 2 നോട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയിനായിട്ട് 2 നോട്ട്സാണുള്ളത്. ഒന്ന് പ്രപ്പോസറും അതുപോലെ തന്നെ അക്സെപ്റ്ററും. ഇപ്പം 2 ഫേസിലൂടെ, പ്രിപ്പയർ ഫേസും അക്സെപ്റ്റ് ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം പ്രപ്പോസർ എന്ന് പറയുമ്പം അത് പ്രിപ്പയർ ഫേസിലും അക്സെപ്റ്റ് ഫേസിലും, ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രിപ്പയർ ഫേസിൽ വെച്ച് തന്നെ പ്രപ്പോസർ അങ്ങ് ക്രാഷ് ആയിപ്പോയി അല്ലെങ്കിൽ ഫോൾട്ട് ആയിപ്പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതായത് പ്രിപ്പയർ ഫേസിൽ തന്നെ ക്രാഷ് ആയിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസറിൻ്റെ വാല്യൂ മറ്റ് ലേണേഴ്സിന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് ക്രാഷ് ആയിപ്പോയി. ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു പ്രപ്പോസറിൻ്റെ വാല്യൂ എന്ത് ചെയ്യില്ല, ആ ഒരു ലേണിംഗ് ഫേസ് വരെ എത്തത്തില്ല. അത് നമ്മൾ ഈ ഒരു പ്രപ്പോസർ പോയതിന് ശേഷം അടുത്ത പ്രപ്പോസർ വന്ന് പുതിയതായിട്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഇനി അതല്ല, അത് അക്സെപ്റ്റ് ഫേസിലാണ് പോയത്. അക്സെപ്റ്റ് ഫേസിൽ പോകാമെന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം പ്രപ്പോസലിൻ്റെ വാല്യൂ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ പ്രപ്പോസൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ ആ പ്രപ്പോസൽ അംഗീകരിക്കുകയോ ഡിക്ലൈൻ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചെയ്യാനായിട്ട് പോസിബിളാണ്. ഓക്കെ, ലേണേഴ്സിന് പോസിബിളാണ്. പ്രപ്പോസൽ ഇല്ലെങ്കിലും വിഷയമില്ല. ഇനി ഇതേ കേസിൽ ഒരു അക്സെപ്റ്ററാണ് ഫെയിലായി പോയതെങ്കിൽ, ഒരു അക്സെപ്റ്റർ ഫെയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രപ്പോസൽസ് ഒരാളോ 2 ആളോ കാണുള്ളൂ. അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ നോട്ട്സും അക്സെപ്റ്റേഴ്സാണ്. ഒരാൾ ഫെയിലായെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഫെയിലാവേണ്ട കൗണ്ട് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2F+1 ആണ്. അതിൽ കൂടുതൽ
ഫെയിലാവാൻ പാടില്ല. സോ അതേ ഉള്ളൊരു കണ്ടീഷൻ. സോ ഇങ്ങനെയാണ് ക്രാഷിനെ പാക്സോസ് ഹാൻഡിൽ ചെയ്യുന്നത്, ക്രാഷ് ഫോൾട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി റാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേറൊരു കൈൻഡ് ഓഫ് കൺസെൻസസ് മെക്കാനിസമാണ്. സോ റാഫ്റ്റിനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലീഡർ ആൻഡ് ഫോളോവർ. ഇതാണ് വരുന്നത്, ലീഡറും ഫോളോവറും. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റാണ് വരുന്നത്. അപ്പം ഇവിടെ ഒരുപാട് നോട്ട്സ് ഉണ്ട്. ഇവരിൽ പലർക്കും ലീഡർ ആവണം. സോ ആ ലീഡർ ആവാൻ വരുന്ന ആളിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, അപ്പം ലീഡറിനെ നമ്മൾ കാൻഡിഡേറ്റ് എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു നോഡാണ്. ഈ നോഡ് ലീഡർ ആവാൻ, എന്നാൽ ഇതൊരു കാൻഡിഡേറ്റ് ലീഡർ ആവാൻ വേണ്ടി ബാക്കിയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യും. ഇത് റിക്വസ്റ്റ് ചെയ്യുമ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് ഇത് കൊടുക്കും. ഒന്ന് ഇതിൻ്റെ ടേം വാല്യൂ, മറ്റൊന്ന് ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ. ടേം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോഡ് എത്ര വട്ടം റിക്വസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ട്രാൻസാക്ഷനാണ് ലീഡർ ആവാൻ. ഇപ്പം ഈ ഒരു നോഡിൽ എത്രാമത്തെ, ഇപ്പം 6 ട്രാൻസാക്ഷൻ ഓൾറെഡി കഴിഞ്ഞെന്ന് വിചാരിക്കുക. 7ാമത്തെ ട്രാൻസാക്ഷനിൽ നടക്കാൻ പോകുന്നത്, 7ാമത്തെ റിക്വസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേം എന്ന് പറയുന്നത് 7 ആണ്. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം കഴിഞ്ഞു. ഇപ്പോൾ 6 ട്രാൻസാക്ഷൻസ് ആയിരുന്നു കഴിഞ്ഞത്. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഇത് നമ്മൾ മറ്റു നോഡിലോട്ട് കൊടുക്കും. ഇപ്പോൾ ഇത് 7ാമത്തെ ആണ്, 6 എണ്ണം കഴിഞ്ഞു എന്നുള്ളത് മറ്റു നോഡിലോട്ട് കൊടുക്കും. അപ്പം മറ്റു നോഡ് എന്ത് ചെയ്യും, ഈ ഓരോ നോഡ്സിനും ഇതേപോലെ ഇൻഡെക്സും ടേമും ഉണ്ടാവും, അതിൻ്റേതായ ഇൻഡെക്സും ടേമും ഉണ്ടാവും. അപ്പം ആ ഇൻഡെക്സിൻ ഈ ഓരോ നോഡും അതിൻ്റെ ടേം ഈ ഒരു നോഡിൻ്റെ ടേമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ആരാണോ കാൻഡിഡേറ്റ് കീ ആയിട്ട് വന്നിരിക്കുന്ന അയാളുടെ ടേം ബിഗർ ആണെങ്കിൽ അയാളെ ആക്സെപ്റ്റ് ചെയ്യും, ടേം വാല്യൂ. അതേപോലെ ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ നോക്കും, രണ്ടും നോക്കും. ഇൻഡെക്സ് വാല്യൂയും ഈ മറ്റു നോഡുകളെക്കാളും ബിഗർ ആണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു വരുന്ന കാൻഡിഡേറ്റിൻ്റെ ടേമും ഇൻഡെക്സും കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഗ്രേറ്റർ എങ്കിൽ ആ നോഡിനെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ മജോറിറ്റി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നോഡ് എന്താണ് ലീഡറായിട്ട് ഇലക്ട് ചെയ്യപ്പെടും. സോ എന്നിട്ട് ഈ ലീഡറാണ് എന്തെങ്കിലും ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇതാണ് റാഫ്റ്റിൽ ഈ ലീഡർ ഇലക്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ലീഡർ ഇലക്ഷൻ, ലോഗ് റെപ്ലിക്കേഷൻ ആൻഡ് സേഫ്റ്റി. ലീഡർ ഇലക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞു. ലോഗ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീഡറാണ് ഇനി എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്, അതിൻ്റെ എല്ലാ കോപ്പീസും മറ്റ് ഫോളോവേഴ്സിന് കൊടുക്കും. അതാണ് ലോഗ് റെപ്ലിക്കേഷൻ. അത് സിങ്ക്രണൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സേഫ്റ്റി, ഇനിയിപ്പോൾ ലീഡർ പറയുന്ന ഒരു ഡിസിഷനിൽ ഫോളോവേഴ്സിൻ്റെ ഇടയ്ക്ക് ക്ലാഷ് ഒന്നുമില്ല എന്ന് എൻഷുർ ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ലീഡർ ഇലക്ഷനെ പറ്റി പറയാനുള്ളത്. ഇനി ഓവറോൾ ഇപ്പോൾ ലീഡർ ഇലക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, ആദ്യം ഇവിടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, കാൻഡിഡേറ്റിനോട് കാൻഡിഡേറ്റ് ഫോളോവറിനോട് ചോദിക്കും. ഫോളോവർ ലീഡറിനെ കിട്ടിക്കഴിഞ്ഞാൽ ലീഡറിനെ നമുക്ക് ഇലക്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അല്ലാതെ ഫസ്റ്റ് ലീഡർ ഇലക്ഷൻ ഇതാണ്. ഇനി അടുത്ത എന്തായിരുന്നു, ലോഗ് റെപ്ലിക്കേഷനുണ്ട്, അതേപോലെ സേഫ്റ്റിയുമുണ്ട്. അതിന് മുന്നായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് the node starts up. After this leader election process starts. Once a node is selected as a leader, അതിവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു നോഡും ടേമും കമ്പയർ ചെയ്തിട്ടാണ് ലീഡറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓൾ ചേഞ്ചസ് ഗോസ് ത്രൂ ദാറ്റ് ലീഡർ. ഇനി എല്ലാ ചേഞ്ചും ലീഡറാണ് തീരുമാനിക്കുന്നത്. ഓരോ ചേഞ്ച് വരുമ്പോഴും, എന്തെങ്കിലും ട്രാൻസാക്ഷൻ വരുമ്പോഴും, എന്തെങ്കിലും ഡിസിഷൻസ് കൺസേൺസ് എടുക്കേണ്ട ഡിസിഷൻ വരുമ്പോഴും എല്ലാം നോഡിൻ്റെ ലോഗിലോട്ട് എൻട്രി ചെയ്യും. ഇനി അതായത് ഈ ഒരു ലീഡർ നോഡിൻ്റെ ലോഗിലോട്ട് എൻട്രി ചെയ്യും. എന്നിട്ട് അതായത് ഇതാണ് ലീഡറെങ്കിൽ ആ വരുന്ന ചേഞ്ച് ലീഡറിൻ്റെ ലോഗിൽ എൻട്രി ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ കോപ്പി ബാക്കി എല്ലാ ഫോളോവേഴ്സിനും അയക്കും. അവിടെ എല്ലാം ചെയ്യുന്ന ഇതിൻ്റെ റെപ്ലിക്ക ബാക്കി ഫോളോവേഴ്സിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു വാല്യൂ ഇവിടെ കമ്മിറ്റഡ് ആകത്തുള്ളൂ. ഓക്കെ, മജോറിറ്റി എല്ലായിടത്തും കൺഫർമേഷൻ എത്തിയെങ്കിൽ മാത്രമേ ആ ഒരു വാല്യൂ അവിടെ കമ്മിറ്റഡ് ആവത്തുള്ളൂ. ഇനി ദ ലീഡർ നോട്ടിഫൈസ് എ ഫോളോവേഴ്സ് റിഗാർഡിംഗ് ദ കമ്മിറ്റ്മെൻറ്റ്. ഇനി ലീഡർ ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ ലീഡർ 5 പേരോട് ചോദിച്ചു, 4 പേര് അതിൻ്റെ കോപ്പി അതിനകത്ത് കീപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മജോറിറ്റി എത്തി ലീഡർ ഇത് കമ്മിറ്റ് ചെയ്യും. ഓക്കെ, ആ ചേഞ്ച് ഓക്കെ ആണ് എന്നവിടെ കമ്മിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഞാനിത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലാവും ഓക്കെ ഇത്രയും മജോറിറ്റി ഓഫ് ആൾക്കാർ അംഗീകരിച്ചു, അത് ഓക്കെ ആണെന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ അച്ചീവ്മെൻറ്റ്, നമ്മൾ എഗ്രിമെൻറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ലീഡർ എങ്ങാനും ഫെയിൽ ആകുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ലീഡർ ഫെയിൽ ആകുകയാണെങ്കിൽ ഫോളോവറിൽ നിന്നൊരാൾ വീണ്ടും ലീഡർ ആവാൻ ശ്രമിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ആ ഫോളോവറിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻഡെക്സ് ആൻഡ് ടേം വാല്യൂ ഉള്ള ആളായിരിക്കണം ലീഡർ ആവാനായിട്ട് ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ കണ്ടീഷനിലോട്ട് നമുക്ക് എഗ്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു ഫോളോവറാണ് ഇവിടെ ഫോൾട്ട് ആയെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഫോൾട്ട് ഇവിടെ ബാധിക്കുന്നതേ ഇല്ല. സോ ഇതാണ് റാഫ്റ്റ് എന്ന് പറയുന്നത്.